ഇന്ന് അധികാരം വെക്കുന്ന വി ഡി സതീശൻ മന്ത്രിസഭയ്ക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നമുക്ക് ആരംഭിക്കാം. കേരളത്തിൽ പുതിയൊരു സർക്കാർ വരികയാണ്. വലിയൊരു മാറ്റം ഇന്ന് ഉണ്ടായിരിക്കുന്നു. ഇന്ന് മൂലം വേറൊരു കേരളത്തിൻ്റെ ചരിത്രഗതി എങ്ങോട്ട് പോകുമെന്നുള്ള തീരുമാനിക്കുന്ന ഒരു ഘട്ടം കൂടിയാണ് ഇപ്പോൾ നമ്മുടെ മുന്നിലുള്ളത്. ഈ മന്ത്രിസഭ ശരിക്കും ഒരുപാട് ഞെട്ടിക്കുന്ന ഒരു മന്ത്രിസഭയാണ് അല്ലേ? അതെ, നമ്മൾ പ്രതീക്ഷിക്കാത്ത പലരും ഈ മന്ത്രിസഭയിൽ. മാത്രമല്ല ഇതിൽ വലിയ ചെറുപ്പക്കാരുണ്ട് ഇഷ്ടം പോലെ. എനിക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതായത് അവരുടെ ശരാശരി പ്രായം, ചെറുപ്പക്കാരോട് ഏറ്റവും പ്രായം ഉള്ളത് വിഷ്ണുനാഥൻ, അത് 48 വയസ്സാണ്. അതെ. പിന്നെ സിദ്ദിഖിനെ നമുക്കൊരു ചെറുപ്പക്കാരനായിട്ട് കൂട്ടാം, 52 വയസ്സുണ്ട്. അവരൊക്കെ ചെറുപ്പക്കാരാണ്. പിന്നെയുള്ളത് റോജി എം ജോണും. അതിലൊക്കെ നമ്മളെ അതിനകത്ത് ശരിക്കും നമ്മൾ പറയേണ്ടത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷിനെ ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ലേ. OJ ജനീഷ് മന്ത്രി ആരും പ്രതീക്ഷിച്ചില്ല. ആരുടെയും ഒരു ഗുഡ് ബുക്കിൽ അല്ലെ ഒരു എന്താ ജയിച്ചതല്ലേ ഉള്ളൂ, അങ്ങോട്ട് അത്ര ജയിച്ചതേ ഉള്ളൂ. കൊടുങ്ങല്ലൂരിലാണ് ജയിച്ചിരിക്കുന്നത്. അതും തോൽപ്പിച്ചത് ആരെയാ? PR സുനിൽകുമാറിനെയാണ് തോൽപ്പിച്ചത്. PR സുനിൽകുമാർ എന്ന് പറഞ്ഞാൽ CPIയുടെ വലിയ നേതാവാണ്. അപ്പം എന്താണെങ്കിലും ശരി, ജനീഷിന്റെ മന്ത്രിസ്ഥാനം നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഒരു സാധാരണ ഫാമിലിയിൽ നിന്നാണ് അയാൾ. വളരെ സാധാരണ ഫാമിലി ജനിച്ച ഒരാളാണ് ജനീഷ് കുമാർ. അമ്മ വളരെയധികം കഷ്ടപ്പെട്ട് വളർത്തി. അയാൾ തന്നെ സ്വന്തമായിട്ട് ജോലി എടുത്ത് പെട്രോൾ പമ്പിലും ഇൻ്റർനെറ്റ് കഫേയിലും ഒക്കെ ജോലി എടുത്ത് പഠിച്ച് ഒപ്പ രാഷ്ട്രീയ പ്രവർത്തനം കൊണ്ടാണ്. ശരിക്കും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ നഷ്ടം ജനീഷിൻ്റെ ഭാഗ്യമാകുക. അത് 100% ശരിയാണ്. ഞാൻ രാവിലെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി അവിടെ മാങ്കൂട്ടം വന്ന് നിൽക്കുന്ന കണ്ടപ്പോൾ ഞാൻ അത് ആലോചിച്ചു. മാങ്കൂട്ടവും മൈക്കൂട്ടത്തിൽ സത്യപ്രതിജ്ഞ നിൽക്കേണ്ടിയിരുന്ന ഒരാളായിരുന്നു. ഇപ്പോൾ ശരിക്കും മാങ്കൂട്ടത്തിൻ്റെ മനസ്സിലൊരു ചിന്ത കാണും, എൻ്റെ ഒരു നിമിഷത്തെ ചപല മോഹങ്ങൾ കാരണമാണ് ഇത് പോയിരിക്കുന്നത്. അത് മാത്രമല്ല, അയാളായിട്ട് പണിഞ്ഞാണ് അയാളെ ഇതിൽ നിന്ന് ഒഴിവാക്കിയത്. എന്നാൽ പോലും പൊതുരംഗത്ത് നിൽക്കുമ്പോൾ വളരെ നമ്മൾ സൂക്ഷിക്കണം. അതെ കാലമാണ് നമ്മളെപ്പോഴും പറയാറുള്ള കാര്യമില്ല. ഇത് നമ്മൾ 1000 ക്യാമറയ്ക്ക് മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത്. റോഡിൽ ഇറങ്ങി നടക്കുമ്പോൾ പോലും നമ്മൾ സൂക്ഷിക്കണം. ഈ ശരിക്കും ഭാഗ്യവാൻ എന്ന് പറയുന്നത് ജനീഷാണ്. കാരണം മന്ത്രിയോഗം എന്നൊന്ന് അയാളുടെ തലയിൽ വരച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ആലോചിച്ച് നോക്കുക, ഇപ്പോൾ നമുക്കറിയാം സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടം പെണ്ണുകേസിൽപ്പെടുന്നു, അയാളെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നു, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെക്കും. അബിൻ വർക്കിയാണ് അവിടേക്ക് വരേണ്ടത്. വൈസ് പ്രസിഡന്റാണ്. അബിൻ വർക്കി അവിടെ വരും എന്ന് അബിൻ വർക്കി വരെ ചിന്തിച്ചത്. പക്ഷെ അബിൻ വർക്കിയെ ദേശീയ നേതൃത്വത്തിലേക്ക് വിട്ടുകൊണ്ട് ഈ OJ ജനീഷ് എന്ന് പറയുന്ന അത്ര പബ്ലിസിറ്റി ഒന്നും കേട്ടിട്ടില്ല. നമ്മൾ ആദ്യമായിട്ടാണ് ഈ OJ ജനീഷിനെ നമ്മളൊക്കെ കേൾക്കുന്നത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി വരുന്ന സമയത്ത്. അപ്പൊ അവിടെയൊന്നും തീരുന്നില്ല ആ അതിശയങ്ങൾ. ഇതൊക്കെ ഒന്ന് സ്വപ്നതുല്യം എന്ന് പറയുന്ന ഇതാണ്. അതായത് മുന്നിലുള്ള തടസ്സങ്ങളെല്ലാം ഒന്നാകെ വഴിമാറുകയാണ്. അല്ല, ചില ആളുകളുടെ തലയിലെടുത്ത് നമ്മൾ പറയാറുണ്ട്, അന്തരീക്ഷം എന്ന് പറഞ്ഞാൽ തലയിലെടുത്ത് കാര്യമുണ്ടെന്ന് തോന്നിപ്പോകുന്നു. ഈ അലഭ്യ ലഭ്യശ്രീ പോലെ ഇതുപോലെ ഒരാളായിരുന്നു PK ജയലക്ഷ്മി. PK ജയലക്ഷ്മിയുടെ പേര് നമുക്കാർക്കും അറിയില്ലായിരുന്നു. ഇവര് 2015 ഉമ്മൻചാണ്ടി മന്ത്രിസഭ വരുമ്പോൾ അന്നൊരു വനിതാ പ്രാതിനിധ്യം വേണമെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് വനിതകളൊക്കെ തോറ്റുപോയി. ആകെപ്പാടെ ഇവരേ ഉള്ളൂ. ബിന്ദു എല്ലാവരും തോറ്റുപോയി. അന്ന് ഈ PK ജയലക്ഷ്മി മാത്രമേ ഉള്ളൂ. അത് മാത്രമല്ല, അവർ പട്ടിക വർഗത്തിൽപ്പെട്ട ആളുകൾ. അങ്ങനെ 2 യോഗ്യതകൾ, ഒന്ന് വനിത, ഒന്ന് പട്ടികവർഗം. അങ്ങനെ ഈ 2 യോഗ്യതകളിലൂടെയാണ് ഈ മന്ത്രിസ്ഥാനത്തേക്ക്. ഞങ്ങൾ അന്ന് വൈകുന്നേരത്ത് ഞാൻ ജോലി ചെയ്ത ചാനലിൽ എല്ലാ മന്ത്രിമാരും ഉൾപ്പെടുത്തി ഒരു ചർച്ച വെച്ചിരുന്നു. ചർച്ചയ്ക്ക് ഇവർ വന്നിരുന്നപ്പോൾ അപ്പോഴും പുള്ളിക്കാരുടെ പരിഭ്രമം മാറിയിട്ടില്ലെന്ന് തോന്നുന്നു. ആകപ്പാടെ ഒരു അമ്പരപ്പുണ്ടല്ലോ, പെട്ടെന്ന് മന്ത്രിയാവുക എന്ന് പറയുമ്പോഴേ വളരെ ചെറുപ്പക്കാരിയായ ഒരു ആള് പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവിക്കാന്ന് പറയുമ്പോൾ അവരാകുന്ന ഒരു എംബാരസ്ഡ് പോലെ തോന്നിയിട്ടുണ്ട് എനിക്കിത് കാണുമ്പോൾ. അതാണ് ഞാൻ പറഞ്ഞത്, ജനീഷിന്റെ വരവെന്ന് പറഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം പെണ്ണുകേസിൽപ്പെടുന്നു, പുറത്താകുന്നു. അബിൻ വർക്കി ദേശീയ തലത്തിലേക്ക് മാറ്റുന്നു. അബിൻ വർക്കിക്ക് വലിയ നീരസം ഉണ്ടായിരുന്നെന്ന്. അദ്ദേഹം ഭയങ്കര പ്രസിഡന്റ് ആകുന്നത്. ഇപ്പോൾ ജനീഷിന്റെ സ്ഥാനത്ത് മന്ത്രിയായിരിക്കേണ്ട ആളാണ് ആര്? അബിൻ വർക്കി. ഈ 2 പേരുടെ ഭാഗ്യമാണ് ഇപ്പം തട്ടിപ്പോയിരിക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു പരിധി വരെ സമുദായ പ്രാതിനിധ്യം ഒരു ഘടകമായിരിക്കാം. അതുകൊണ്ട് ഇദ്ദേഹം SNDP. അപ്പൊ എന്താണെന്ന് ചോദിച്ചാൽ ഇന്നലെ ശിവഗിരി മഠാധിപതി വരെ ആവശ്യപ്പെട്ടു. അവർ 4 മന്ത്രിയെ ആവശ്യപ്പെട്ടു, 3 കൊടുത്തു. അത് അപ്പൊ എന്തായാലും അബിൻ വർക്കി ആവുന്നില്ല, ജനീഷ് ആവുന്നു, സംസ്ഥാന പ്രസിഡന്റ് ആവുന്നു. സംസ്ഥാന പ്രസിഡന്റ് ആയ ശേഷം ആ ലേബലിൽ കൊടുങ്ങല്ലൂർ സീറ്റ് കിട്ടുന്നു. ഈ സീറ്റിൽ ജയിക്കും എന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചു. കൊടുങ്ങല്ലൂർ CPIയുടെ കുത്തക സീറ്റാണ്, കുറേ കാലം കുത്തക സീറ്റാണ്. അവിടെ വിജയിക്കുമെന്നൊരു പ്രതീക്ഷയില്ല. അപ്പോൾ എന്ത് വരുന്നു, ഈ UDF തരംഗത്തിനിടയിൽ ബാക്കിയുള്ള കോട്ട കൊത്തളങ്ങളെല്ലാം പൊളിഞ്ഞു വീഴുന്നതിനൊപ്പം കൊടുങ്ങല്ലൂരും വീഴുന്നു. ജനീഷ് ജയിക്കുന്നു. അവിടെയും തീരുന്നില്ല, അയാൾ മന്ത്രിയാവുന്നു. അതും ഓർത്തോണം, ഒറ്റ വകുപ്പേ ഉള്ളൂ, യുവജനക്ഷേമം. അല്ല, യുവജനക്ഷേമത്തിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. ഈ യുവജന ക്ഷേമ ബോർഡ്, യൂത്ത് കമ്മീഷൻ, ഇതിൻ്റെയൊക്കെ ചുമതലയുള്ള ഈ ബോർഡിനാണ്, ഈ വകുപ്പിനാണ്. അപ്പോൾ ശരിക്കും ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലെ രസകര കാര്യം, ഈ നമ്മുടെ എപ്പോഴും നമ്മൾ സാധാരണ രാഷ്ട്രീയക്കാർ അഡ്രസ്സ് ചെയ്യാത്തത് ഈ പുതിയ തലമുറക്കാരാണ്. അവരെന്തോ അവർ അവഗണിക്കാറുണ്ട്.
പക്ഷേ ഇത്തവണ ജൻസികളാണ് താരങ്ങളായി മാറിയത്. വി ഡി സതീശനെ മുഖ്യമന്ത്രിയാക്കുന്നതിന് സർക്കാർ വരണതിലും ഒക്കെ തന്നെ ജൻസികൾക്ക് അല്ല, യുവത്വമുള്ള ഒരു മന്ത്രിസഭ. ഞാൻ ഇന്ന് രാവിലെ ഈ പത്രം എടുത്തിട്ട് ഇങ്ങനെ ഇവരെ എല്ലാം കാണുമായിരുന്നു. എല്ലാം ഒരു എന്താ പറയുന്നത്, യുവാക്കള്, മധ്യവയസ്സിൽപ്പെട്ടവർ, അത് തീർത്തും പ്രായം കൂടിയ രണ്ടുപേരേ ഉള്ളൂ. പി കെ കുഞ്ഞാലിക്കുട്ടിയും സണ്ണി ജോസ്, 70 വയസ്സിന് മേൽ പ്രായമുള്ള അവർ. സതീശനാണെങ്കിലും 61 വയസ്സേ ഉള്ളൂ, കണ്ടാൽ പോലും അത്രയും പറയില്ല. വളരെ ഊർജ്ജസ്വലനായിട്ടുള്ള ഒരു മുഖ്യമന്ത്രി, അതായത് ചെറുപ്പം നയിക്കുന്ന ഒരു മന്ത്രിസഭ. അതിനകത്ത് പരിണിതപ്രജ്ഞരായിട്ടുള്ള ഏതാനും വലിയ നേതാക്കൾ, ഇപ്പോൾ കെ മുരളീധരനെയും എ പി അനിൽകുമാറിനെയും അതുപോലെ ഇദ്ദേഹത്തെയൊക്കെ പോലുള്ള പി കെ കുഞ്ഞാലിക്കുട്ടിയെയും ഒക്കെ പോലെയുള്ള കുറെ നേതാക്കൾ. CPI ഉണ്ട്. നല്ലതാണ്, നല്ലൊരു ടീമാണ്. അത് വീടിക്ക് വരെയുടെ ഗുണം ചെയ്യും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ലിജു അങ്ങനെ വരുന്നു. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ OJ ജനീഷ് എന്ന് പറയുന്ന ഈ യുവാവിന്, ആ യുവാവിൻ്റെ ജീവിതം തന്നെ ആകെ മാറി മറിയുകയാണ് അല്ലേ? എന്താണെങ്കിലും ഒരു മുൻ മന്ത്രി എന്നുള്ള ലേബലായിക്കും. ഈ സത്യപ്രതിജ്ഞ കഴിയുന്നുണ്ട് അദ്ദേഹം മന്ത്രിയായി. ഇനി ഏത് നിമിഷം അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം പോയാലും ഇത് ഒരു മുൻ മന്ത്രിയുടെ പദവിയിലേക്ക്, ഒരു മുൻ മന്ത്രി OJ ജനീഷ് മന്ത്രി എന്നുള്ള നിലയിൽ അദ്ദേഹം നന്നായി പെർഫോം ചെയ്യാൻ കഴിഞ്ഞാൽ അത് ഭാവിയിൽ ഒരു വലിയ ഒരു ഉയർച്ചയിലേക്ക് അദ്ദേഹത്തെ എത്തിക്കും. പിന്നെ അത് മാത്രമല്ല, യൂത്ത് പാർട്ടിയുടെ ആ ഒരു സന്തുലനാവസ്ഥയുണ്ടല്ലോ, കോൺഗ്രസ് പാർട്ടിയിലെ യുവാക്കളുടെ പ്രാതിനിധ്യമാണ്. അങ്ങനെ സാധാരണ യുവാക്കളുടെ പ്രാതിനിധ്യത്തിൽ ഒരു മന്ത്രിയെയും കോൺഗ്രസ് പാർട്ടി ഇതുവരെ കൊടുത്തില്ല. എൻ്റെ അറിവിലില്ല. ചേട്ടന് തോന്നുന്നുണ്ടോ അങ്ങനെ? ഇല്ല. ഈ പറഞ്ഞ ജയലക്ഷ്മിയുടെ കാര്യത്തിലേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അത് കൂട്ടണ്ട. അത് പക്ഷേ ഇതെന്താണെന്ന് ചോദിച്ചാൽ, ശരിക്കും ഇത്തവണ കഷ്ടപ്പെട്ടതും ഈ പാർട്ടിയെ ഭരണത്തിലേറാൻ സഹായിച്ചതും യൂത്ത് കോൺഗ്രസ് ആണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാലത്താണ്. OJ ജനീഷ് വന്നതിന് ശേഷം അത്രയും വലിയ ഇതൊന്നും കൊണ്ടുവന്ന ആ ഒരു ടെമ്പോ സമരങ്ങളിലും മറ്റ് പിണറായിയെ എതിർക്കുന്നതിലും ഒന്നും രാഹുൽ കൊണ്ടുവന്ന ഒരു തീപ്പൊരിയൊന്നും സത്യത്തിൽ OJ ജനീഷിൻ്റെ സമയത്ത് ഉണ്ടായിരുന്നില്ല. എന്നാൽ രാഹുൽ കൊണ്ടുവന്നതിൻ്റെ ഒരു തുടർച്ച പോലും നടത്താൻ ഇവർക്ക് സാധിച്ചിരുന്നില്ല. അതൊരു സത്യസന്ധമായ ഒരു കാര്യമാണ്. പക്ഷേ ആ രാഹുൽ കൊണ്ടുവന്ന് കൊടുത്ത ആ ഒരു സമരരീതിയാണ് ശരിക്കും ഈ ജനങ്ങളുടെ ഇടയിലേക്ക് ഇത് കടന്നില്ല. ഇത് മാത്രമല്ല, ഇതിൽ നമ്മുടെ ഈ ജനീഷിനോടൊപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒന്നാണ് ലിജുവിൻ്റെ കാര്യം. അതെ, അദ്ദേഹം നിരവധി തവണ പരാജയപ്പെട്ടു. സത്യം പറഞ്ഞാൽ ലിജു കോൺഗ്രസിലെ വളരെ പ്രതീക്ഷയുള്ള, വളരെ സൗമ്യനായ, നല്ല സത്യസന്ധനായ രാഷ്ട്രീയ പ്രവർത്തനം ഒരാളാണ്. അദ്ദേഹം നിരന്തരം പരാജയപ്പെടുകയാണ്. ഇത്തവണ നമുക്ക് ഓർമ്മ, അദ്ദേഹം പ്രസംഗിച്ചപ്പോൾ അറിയാതെ അദ്ദേഹം കണ്ണ് നിറഞ്ഞു പോയി. അപ്പോൾ അങ്ങനെയുള്ള ഒരു പൊട്ടിക്കരഞ്ഞ ഒരവസ്ഥയിലേക്ക് ഒരു എത്തി. അദ്ദേഹത്തിൻ്റെ പേരിൽ നിരന്തരമായി ഇങ്ങനെ ഓരോ കള്ളക്കഥകൾ ഉണ്ടാക്കി കൊണ്ടുവരുമ്പോൾ ഏതായാലും ലിജുവിനെ പോലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം അത് നല്ലൊരു അംഗീകാരമാണ്. ഇത് തന്നെ ബിന്ദു കൃഷ്ണയ്ക്ക് ഇത് തന്നെയാണ് നേട്ടം. കാരണം ഒരുപാട് തവണ പരാജയപ്പെട്ടു എന്ന് മാത്രമല്ല, എന്നിട്ട് ജയിച്ചപ്പോൾ മന്ത്രിസ്ഥാനം. മാത്രമല്ല, ഇതിൽ രസകരമായ കാര്യം, ഇതിൽ ഭാഗ്യം തുണച്ച വേറൊരാളാണ്, കെ മുരളീധരനാണ്. അദ്ദേഹം ഇപ്പോൾ ജയിച്ചിരുന്നുവെങ്കിൽ അവിടെ ദിലീപ് വെറുതെ MP ആയിട്ട് ഇരിക്കേണ്ടതെന്ന്, ഇവിടെ അസംബ്ലി മത്സരിക്കാൻ വേണ്ടി പുള്ളി തള്ളേണ്ടി തന്നെ മറ്റൊരു കൂട്ടത്തിൽ കാര്യം നടക്കുകയില്ലായിരുന്നു. പക്ഷെ എന്തായാലും ആ പരാജയം അദ്ദേഹം വിജയമാക്കി വരുന്നതിന് മന്ത്രിയാകാൻ പറ്റി. മന്ത്രിയായി. പിന്നെ അദ്ദേഹം വാശി പിടിച്ചാണെങ്കിലും ഇഷ്ടപ്പെട്ട വകുപ്പും ആരോഗ്യ വകുപ്പിലൊരു മിടുക്കം വേണം. ഒരു കാര്യം, ആരോഗ്യ വകുപ്പ് കുത്തഴിഞ്ഞ് നശിച്ച് നാശക്കോട്ട കിടക്കുന്ന ഒരു വകുപ്പാണ് ഇപ്പോൾ. അതിനാ PM സുധീരൻ്റെയൊക്കെ കാലത്തെ പോലെ കൊണ്ടുവരണം. എനിക്ക് തോന്നുന്നത് അവരെ ഉപദേശിക്കാനൊക്കെ, അല്ലെങ്കിൽ PM സുധീരനെ പോലെ നേരത്തെ ആരോഗ്യമന്ത്രിയായി വിജയൻ തെളിയിച്ച ഒരു മന്ത്രിയൊക്കെ അവരെ പാർട്ടിയിലുണ്ട്, അവരൊക്കെ ഉപദേശിക്കാൻ. അങ്ങനെ ഒരുപാട് പേരുണ്ട്. മുൻ മന്ത്രിമാരായ ഒരു വലിയ സംഘം കോൺഗ്രസ്സിലുണ്ട്. അവരൊക്കെ പല വകുപ്പുകളും കൈകാര്യം ചെയ്തിരുന്നവരായതുകൊണ്ട് തന്നെ അവരൊക്കെ സഹായം അവർക്ക് തേടാം. എന്തായാലും ഈ ടീം, ഒരു ചെറുപ്പക്കാരുടെ ടീം, അത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒന്ന് തന്നെയാണ്. എന്തായാലും OJ ജനീഷിൻ്റെ മന്ത്രിസ്ഥാനം കോൺഗ്രസ് പാർട്ടിക്ക് മാത്രമല്ല, യൂത്ത് കോൺഗ്രസ്, KSU തുടങ്ങിയ പോഷക സംഘടനകൾക്കും വലിയ ഒരു ഉണർവ് നൽകുന്നു.